പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന ഫ്രാൻസ് എന്ന രാജ്യത്തിലെ പാരീസ് എന്ന ലോകപ്രശസ്ത സ്ഥലത്ത് നിന്ന് നടക്കുന്ന റോ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ആണ്. റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്യുന്നത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഒബാഫെമിയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സോൾഡ്രൂക്ക ലൈറ വാൽക്കിരിയ എന്ന് പറയുന്ന മുൻ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് സോൾഡ്രൂക്കയുടെ ആദ്യത്തെ ടൈറ്റിൽ ഡിഫൻസ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സോൾഡ്രൂക്ക ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ റെമിസ്റ്റിഡിയോയ്ക്ക് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഡ്രീം മാച്ചാണ് നാളത്തെ റോ എപ്പിസോഡിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാച്ച് ഓഫ് ദ നൈറ്റ് അല്ലെങ്കിൽ മാച്ച് ഓഫ് ദ ഇയർ ആയി മാറാൻ സാധ്യതയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ റെമിസ്റ്റിഡിയോ പെൻഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ പെൻഡ ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. മത്സരത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇതുകൂടാതെ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ 2 മത്സരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇതിൽ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ, ബെക്കി ലഞ്ച്, അലക്സിയ ബ്ലിസ്, ചെൽസി ഗ്രീൻ തുടങ്ങിയവരാണ് ഏറ്റുമുട്ടുന്നത്. ഇതിലെ മത്സരത്തിൻ്റെ ഒരു വിജയസാധ്യത ആർക്കൊപ്പമാണെന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ മത്സരം തന്നെയായിരിക്കും മെയിൻ ഇവൻറ്റിലേക്ക് വരാൻ സാധ്യത കൂടുതലുള്ളത്. നിലവിൽ സെത്ത് റോളിൻസ് വേഴ്സസ് റിക്കി സൈൻസ് വേഴ്സസ് ടാല ടോങ്ക വേഴ്സസ് ജിവോൺ എവൻസ് തമ്മിലുള്ള ഒരു ഫേറ്റൽ ഫോർവേയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോമൻ റെയിൻസ് എന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഇനി നാളെ ലഭിച്ചാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള 4 മത്സരങ്ങളും ഒരു സെഗ്മെൻറ്റുമാണ് റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് നാളെ പാരീസിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നാളത്തെ റോ എപ്പിസോഡിൻ്റെ സമയം മറക്കരുത്. നമുക്ക് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന റോ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച മെയ് 8-ാം തീയതി രാത്രി 11:30 മുതലാണ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇല്ലിയ ഡ്രാഗനോവ് എന്ന് പറയുന്ന മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ സംബന്ധിച്ചാണ്. റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷം ഇല്ലിയ ഡ്രാഗനോവിൻ്റെ ഒരൊറ്റ മത്സരം പോലും നമുക്ക് വീക്ക്ലി എപ്പിസോഡ്സിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇല്ലിയ ഡ്രാഗനോവ് എന്ന് പറയുന്ന റസ്ലറിൻ്റെ നിലവിലെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്ന് പോലും കൃത്യമായിട്ട് യാതൊരുവിധ റിപ്പോർട്ടുകളിലൂടെയും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ റസ്ലിംഗ് ഒബ്സർവർ അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഇല്ലിയ ഡ്രാഗനോവിനെ സംബന്ധിച്ചൊരു ന്യൂസ് പുറത്തേക്ക് വിടുകയുണ്ടായി. ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ ഇല്ലിയ ഡ്രാഗനോവ് എന്ന് പറയുന്ന റസ്ലറിനെ ഒരു ടോപ്പ് ഗായ് എന്നുള്ള നിലയിൽ അവർ കാണുന്നില്ല എന്നാണ് നിലവിൽ ആ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു മിഡ് കാർഡിലോ അല്ലെങ്കിൽ മിഡ് കാർഡിന് താഴെയുള്ള ഒരു റസ്ലറായിട്ടോ മാത്രമാണ് ഇല്ലിയ ഡ്രാഗനോവിനെ നിലവിൽ ക്രിയേറ്റീവ് ടീം പരിഗണിക്കുന്നത്. ഇല്ലിയ ഡ്രാഗനോവ് എന്ന് പറയുന്നത് നിലവിൽ കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച റസ്ലർമാരിൽ ഒരാളാണ്. എത്ര വലിയ ഒരു എതിരാളി വന്നാലും ഒരു മത്സരം കൊണ്ട് കാണികളെ കൈയടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന അപൂർവം ചില താരങ്ങളിൽ ഒരാളാണ് ഇല്ലിയ ഡ്രാഗനോവ്. അപ്പോൾ ആ ഒരു ഇല്ലിയ ഡ്രാഗനോവിനെയാണ് ക്രിയേറ്റീവ് ടീം ഒരു മിഡ് കാർഡോ അല്ലെങ്കിൽ ഒരു ലോവർ മിഡ് കാർഡോ ആയിട്ട് മാത്രമേ പരിഗണിക്കൂ എന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മെയിൻ റോസ്റ്ററിൽ റസൽമേനിയ 42-ന് ശേഷം അദ്ദേഹത്തിന് മത്സരങ്ങൾ കൊടുക്കാത്തത്. എന്തായാലും ഇല്ലിയ ഡ്രാഗനോവിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അവർക്കെല്ലാം നിരാശ മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ്. ഇല്ലിയ ഡ്രാഗനോവിന് വലിയൊരു പ്രതീക്ഷ ഒന്നും നമുക്കില്ല. പക്ഷേ നല്ല നല്ല മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ലഭിക്കാറുണ്ടായിരുന്നു. ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഒരു സമയത്ത്. പക്ഷേ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് മുൻ WWE ചാമ്പ്യനായ ജിന്ദർ മഹാൽ എന്ന റസ്ലർ ഒബാഫെമിയെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അഭിപ്രായമാണ്. 2 വർഷം മുൻപ് NXTയിൽ ജിന്ദർ മഹാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒബാഫെമി NXTയിൽ ജോയിൻ ചെയ്യുന്ന സമയം അവിടെ ബാക്ക് സ്റ്റേജിലെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഒബാഫെമിയെ സംബന്ധിച്ച് പറഞ്ഞത് ഭാവിയിലെ ഒരു താരമെന്ന നിലയിലാണ് ഒബാഫെമിയെ അവർ കാണുന്നത് എന്നാണ്. എന്നാൽ അതൊരു തമാശ രൂപേണ മാത്രമാണ് അന്ന് ജിന്ദർ മഹാൽ എടുത്തത്. എന്നാൽ ഇപ്പോഴത്തെ ഒബാഫെമിയുടെ ഒരു പൊസിഷൻ കാണുമ്പോൾ അന്ന് ആ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് ജിന്ദർ മഹാൽ മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. അതിന് മാത്രം ഒരു കഠിന പ്രയത്നം ഒബാഫെമി ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളതും ജിന്ദർ മഹാൽ ഒരു അഭിനന്ദനം പോലെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. കാരണം
റസ്ലിങ്ങിൽ അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളല്ല ഒബാഫെമി. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിന് അതിനു മുൻപ് റസ്ലിങ്ങുമായിട്ട് യാതൊരുവിധ ഒരു ബന്ധവും ഇല്ലാതെ വന്ന ഒബാഫെമി വിത്തിൻ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കാണികളുമായി വലിയ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ട് മെയിൻ റോസ്റ്ററിലേക്ക് എത്തി സാക്ഷാൽ ബ്രോക്കിനുമായിട്ടുള്ള ഒരു മത്സരം റസൽമേനിയയിൽ നേടിയെടുത്ത് അദ്ദേഹം അതിൽ വിജയിച്ച് കയറുന്നതാണ് കാണാൻ സാധിച്ചത്. അത് അപ്പാടെ തൻ്റെ ഒരു വീണ്ടും വിചാരങ്ങളെ മറിക്കുന്നതായിരുന്നു എന്നാണ് ജിന്ദർ മഹൽ ഇക്കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ വെച്ച് പങ്കുവെച്ചത്. കൂടാതെ ഒബാഫെമിയുടെ ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു മെയിൻ മാച്ച് എന്ന് പറയുന്നത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരമാണ്. ഒബാഫെമി ഡൊമിനിക് മെയ്സ്റ്റിഡിയോയാണ് നേരിടുന്നത്. ഡൊമിനിക് മെയ്സ്റ്റിഡിയോ വലിയ അട്ടിമറി വിജയം നേടിയെടുത്തുകൊണ്ടാണ് സെമി ഫൈനലിലേക്ക് വിജയിച്ചു വന്നിട്ടുള്ളത്. ഒബാഫെമി വേഴ്സസ് ഡൊമിനിക് മെയ്സ്റ്റിഡിയോ തമ്മിലുള്ള മത്സരത്തിൽ ഒബാഫെമിക്ക് തന്നെയാണ് വിജയ സാധ്യത എന്നുള്ളതിൽ ആർക്കും യാതൊരുവിധ സംശയവും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഡൊമിനിക് മെയ്സ്റ്റിഡിയോ ഈ ഒരു ഫേറ്റൽ ഫോർവേയിൽ തന്നെ ജഡ്ജ്മെൻറ്റ് ടീമിലെ ലിപ് മോർഗൻ, JD McDonough തുടങ്ങിയവരുടെ ഒരു സഹായത്തോടു കൂടി വലിയ അട്ടിമറി വിജയം നേടിയെടുത്തതുപോലെ ഒബാഫെമിക്കെതിരെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ എന്നോടൊരു പ്രൊഡിക്ഷൻ പങ്കുവെക്കാൻ പറഞ്ഞാൽ ഒബാഫെമി വിജയിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒബാഫെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയേക്കും. പതിവ് പോലെ ജഡ്ജ്മെൻറ്റ് ടീം അംഗങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായേക്കും. പക്ഷേ അത് ഒബാഫെമിയുടെ പരാജയത്തിലേക്ക് നയിക്കില്ല. ഒബാഫെമി ഇനി പരാജയപ്പെടണം എന്നുണ്ടെങ്കിൽ ബ്രോക്ലെ പോലെയുള്ള ഒരു താരത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒബാഫെമി പരാജയപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒബാഫെമി അദ്ദേഹം ഫൈനലിലേക്ക് യോഗ്യത നേടും. ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന ഇവൻറ്റിൽ അദ്ദേഹം ഫൈനൽ മത്സരിക്കും. ചിലപ്പോൾ വിജയിക്കുന്ന രീതിയിലേക്കും അദ്ദേഹം പോയേക്കാം. അപ്പോൾ ഡൊമിനിക് മെയ്സ്റ്റിഡിയോ എന്തായാലും ഒരു ജഡ്ജ്മെൻറ്റ് ടീമിൻ്റെ സഹായത്തോടു കൂടി പോലും ഒബാഫെമിയെ പരാജയപ്പെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിന് വിഡ്ഢിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ്, റോമൻ റെയിൻസിൻ്റെ ഷീൽഡ് ടീമിലെ പാർട്ണർ കൂടിയായ സെത്ത് കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കളിയാക്കിയതിനെ സംബന്ധിച്ചാണ്. സെത്ത് പറയുന്നത് ഇപ്പോൾ റോമൻ റെയിൻസിൻ്റെ കൈവശം ഈ ഒരു വേൾഡ് ടൈറ്റിൽ ഇരിക്കുമ്പോഴാണ് അത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിട്ട് മാറിയിട്ടുള്ളത് എന്ന് റോമൻ പറഞ്ഞതിനെ അത് തമാശ രൂപേണ മാത്രമാണ് സെത്ത് എടുത്തിട്ടുള്ളത് എന്നും റോമൻ റെയിൻസ് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു വിഡ്ഢിയെ പോലെയാണ് സംസാരിക്കുന്നത് എന്നും സെത്ത് പറയുകയുണ്ടായി. സെത്തിൻ്റെ കൈവശം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് സെത്ത് പരിക്ക് മൂലമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുത്തിയത്. അതായത് അതിൻ്റെ കൈക്ക് ഷോൾഡറിന് പറ്റിയ ഒരു ഇഞ്ചുറി, അല്ലാതെ അദ്ദേഹം ഒരു മത്സരം കളിച്ചിട്ടല്ല ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത് എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ തന്നെ വലിയ ശത്രുക്കളായ CM പങ്കിൻ്റെ കയ്യിലേക്കാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എത്തിയത്. അദ്ദേഹം അതൊരു ഇടക്കാല ചാമ്പ്യൻഷിപ്പ് പോലെ റസൽമേനിയ വരെ കൊണ്ടുപോയി. ഇപ്പോൾ അതിരിക്കുന്നത് തൻ്റെ വലിയൊരു ശത്രുവായ റോമൻ റെയിൻസിൻ്റെ കൈവശമാണ്. അപ്പോൾ തനിക്കെതിരെ നിന്നിരുന്ന തൻ്റെ ശത്രുക്കളാണ് ഇപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തൻ്റെ കൈവശത്തു നിന്ന് പിന്നീട് നേടിയെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പിന് വിലയില്ലാതാകുക എന്നാണ് സെത്ത് ചോദിക്കുന്നത്. അപ്പോൾ തൻ്റെ കൈവശം ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ചാമ്പ്യൻഷിപ്പിന് നല്ല വിലയുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ CM പങ്കും റോമനുമൊക്കെ ആ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോരാടിയിട്ട് അത് വിജയിച്ച് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ റോമൻ റെയിൻസിൻ്റെ കൈവശത്തേക്ക് വന്നപ്പോഴാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വലിയ പ്രാധാന്യം ലഭിച്ചു എന്നും വലിയ ശ്രദ്ധ ലഭിച്ചു എന്നും റോമൻ റെയിൻസ് പറയുന്നുണ്ടെങ്കിൽ അത് റോമൻ റെയിൻസ് ഒരു വിഡ്ഢി ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇതിൻ്റെ സത്യം റോമൻ റെയിൻസിന് അറിയാമെന്നും സെത്ത് പറയുന്നുണ്ട്. റോമൻ റെയിൻസിന് മാത്രമല്ല കമ്പനിയിലെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരു വിഡ്ഢിയെ പോലെ മാത്രമാണ് റോമൻ ഇപ്പോഴത്തെ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നാണ് റോമൻ റെയിൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് സെത്ത് പറഞ്ഞത്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു റെസ്ലറാണ് സെത്ത് റോളിൻസ്. അദ്ദേഹം ഫസ്റ്റ് റൗണ്ട് ഇനി കളിക്കാൻ പോകുന്നതേയുള്ളൂ. റോ എപ്പിസോഡിലാണ് അദ്ദേഹത്തിൻ്റെ മത്സരം നടക്കുന്നത്. അതിലെന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിജയ സാധ്യതയുണ്ട്. ഫൈനൽ വരെ പുഷ്പം പോലെ സെത്ത് വിജയിക്കുമെങ്കിലും ഫൈനലിലെ ഒരു അദ്ദേഹത്തിൻ്റെ എതിരാളി ഒബാഫെമി ആണെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായിട്ടുള്ളൊരു മത്സരമായി മാറിയേക്കാം. എന്നാലും നിലവിലൊരു ഫേവറേറ്റ് സെത്ത് തന്നെയാണ്. അപ്പോൾ സെത്ത് ഈ ടൂർണമെൻറ്റ് വിജയിച്ച് കഴിഞ്ഞാൽ റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അഭിപ്രായം ഇൻ്റർവ്യൂവിൽ വെച്ച് പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മർ സ്ലാമിൽ ഒരു ഗംഭീര സ്റ്റോറി അനുസരിച്ചുള്ള മത്സരം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ സെത്ത് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആകാനും സാധ്യതയുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.